ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു അടിപൊളി ഒരു പവർ ബാങ്കാണ്. നിങ്ങൾ യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടെടുക്കാൻ വേണ്ടിയ ഒരു പവർ ബാങ്കാണ്. ഒരു സമയം നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വേണ്ട ഇങ്ങനത്തെ 9 വോൾട്ട് ബാറ്ററിയാണ്. നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇങ്ങനത്തെ 2 മൂടിയാണ്. നമുക്ക് അടുത്തായിട്ട് വേണ്ട ഇങ്ങനത്തെ ഒരു 7805 ഒരു ട്രാൻസിസ്റ്ററാണ്. നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇങ്ങനത്തെ ഒരു കണക്ടറാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പണി തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഇങ്ങനത്തെ ഒരു USB കേബിൾ വയറാണ്. അപ്പോൾ നമുക്കിതൊന്ന് USB ഫീമെയിൽ പോർട്ട് ഇറക്കി വെക്കാൻ ഭാഗത്തിന് നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്യണം. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മളിത് ഓട്ടാക്കി തന്നെ സെറ്റാക്കി വെച്ചിരിക്കണം. ഇനി നമുക്ക് USB ഫീമെയിൽ പോർട്ട് നിന്ന് ഇറക്കി കൊടുക്കാം. അപ്പോൾ കറക്റ്റാണ്. നമുക്കിതൊന്ന് ഗ്ലൂ ഗണ്ണായിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളതിനെ മുറിച്ചന്നെ സെറ്റാക്കി വെച്ചേക്കണേ. ഇനി നമുക്ക് ഈ മൂടിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് ഇവിടെ 2 വോൾട്ട് കൊടുക്കണം, 2 സൈഡിലായിട്ട്. നമ്മൾ വോൾട്ട് കൊടുത്തു. നമുക്കിതൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുത്തേക്കാണ്. ഞമ്മളൊന്ന് ഗ്ലൂ ഗണ്ണായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പൊട്ടിച്ച് നല്ല സെറ്റാക്കി വെച്ചിരിക്കണേ. ഇനി നമുക്ക് ഇവിടെ വെക്കാം. അടുത്തായിട്ട് വേണ്ടത് ഇങ്ങനത്തെ ഒരു ട്രാൻസിസ്റ്ററാണ്. ഇതിന് 3 ലെഗാണുള്ളത്. ഒരു ലെഗിൻ്റെ പേര് കണക്ടർ, ഒന്നിൻ്റെ പേര് ബേസ്, ഒന്നിൻ്റെ പേര് എമിറ്റർ. ഇതൊന്ന് കണക്ട് ചെയ്യാം. നമ്മൾ ഈ റെഡ് വയറ് നമ്മുടെ കണക്ടർ നമുക്ക് ഒന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കാം. ഇത് ഷോൾഡർ ചെയ്തോ. നമ്മൾ ബ്ലാക്ക് വയറ് നമ്മുടെ ബേസിനൊക്കെ ഒന്ന് ഷോൾഡർ ചെയ്ത് എടുക്കാം. ഷോർട്ട് ചെയ്തോ. നമ്മളെ USB ഫീമെയിൽ പോർട്ട് എടുക്കാം. അതിൻ്റെ ബ്ലാക്ക് വയർ നമ്മളെ ബേസിനൊക്കെ ഒന്ന് ഷോർട്ട് ചെയ്ത് എടുക്കണം. പിന്നെ നമ്മളെ റെഡ് വയർ നമ്മളെ എമിറ്ററുമൊക്കെ ഒന്ന് ഷോർട്ട് ചെയ്ത് എടുത്തേക്കാം. എല്ലാ വയറിങ്ങും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്കാക്കി ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പശട്ടൊട്ടിച്ച് തന്നെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ ബാറ്ററി എടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ USB ഫീമെയിൽ പോർട്ടൊക്കെ വേറൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ഫോൺ ഇട്ടിരിക്കുകയാണ്. നമ്മളൊന്ന് കുത്തി വെച്ച് നോക്കാം. അപ്പോൾ ഓണായി. അപ്പോൾ ചാർജ് കയറുന്നുണ്ട്. അപ്പം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. തൊട്ട് താഴത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തിടാം. ഞങ്ങൾ ഇറക്കുന്ന പുതിയ പുതിയ വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.